സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച ബാലയുമായുള്ള വിവാഹ വാർത്തകളോട് പ്രതികരിച്ച് നടി പ്രതീക്ഷയും രംഗത്ത്. ഇന്നലെ വിവാഹ വാർത്ത നിഷേധിച്ച് ബാല രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതീക്ഷയും വിവാഹ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച വിവാഹ വാർത്തയോട് പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം നടൻ ബാല രംഗത്തെത്തിയിരുന്നു. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആ വ്യക്തിയോട് ചെയ്യുന്ന ക്രൂരതയാണെന്നായിരുന്നു ബാല പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ബാലയ്ക്ക് പിറകെ വിവാഹ വാർത്തയോട് പ്രതികരിച്ച് നടി പ്രതീക്ഷയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ആരാധനയുടെ പേരിൽ പറഞ്ഞ ഇഷ്ടത്തിന് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത നിർവചനങ്ങൾ നൽകുന്നത്? നിങ്ങൾക്ക് കാഴ്ചക്കാരെ കിട്ടാൻ, ലൈക്ക് കിട്ടാൻ ഇങ്ങനെ ജീവിതം വെച്ച് കളിക്കരുത്, അപേക്ഷയാണ്. നിറഞ്ഞ കണ്ണുകളോടെ പ്രതീക്ഷ ലൈവിലെത്തി പറഞ്ഞു. മാത്രമല്ല, തൻ്റെ പേരിലുള്ള വാർത്ത നടൻ ബാലയുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്നതോർത്ത് ദുഃഖമുണ്ടെന്നും നടി പറഞ്ഞു. ബാലയുടെ വലിയൊരു ഫാനാണ് താൻ എന്നാണ് പ്രതീക്ഷ പറഞ്ഞത്. 9ാം ക്ലാസ് മുതൽ താൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. ആരാധികയാകുന്നതിൽ എന്താണ് തെറ്റ്? സ്കൂളിൽ പഠിക്കുമ്പോൾ ബാല സ്കൂളിലെത്തുകയും ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തിരുന്നു. ബാലയെ നേരിട്ട് കണ്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബാലചേട്ടൻ വലിയ സെലിബ്രിറ്റിയാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ ഇഷ്ടമുള്ളവർ എനിക്ക് അവരെ ഇഷ്ടമാണ്, ആരാധനയാണ് എന്നൊക്കെ പറയാറില്ലേ? ആ ഒരു അർത്ഥത്തിലാണ് ഞാനും പറഞ്ഞത്. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാ കഥകൾ മെനയുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് യൂട്യൂബ് ചാനലിൽ എത്തിയത്. റിമി ടോമിയെക്കുറിച്ചും വളരെ മോശമായി ചാനലിലുണ്ട്. മനുഷ്യരുടെ ജീവിതം വെച്ചിട്ടല്ല വീഡിയോയ്ക്ക് ലൈക്കുകളും ഷെയറുകളും പണവും ഉണ്ടാക്കേണ്ടത്. ഇനിയും ഇങ്ങനെ ഇല്ലാ ന്യൂസ് ഉണ്ടാക്കാതിരിക്കണമെന്നും പ്രതീക്ഷ ലൈവിൽ പറഞ്ഞു. നടൻ ബാലയും സീരിയൽ താരം പ്രതീക്ഷയും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്നും വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് വ്യാജ പ്രചാരണമാണെന്ന് വ്യക്തമാക്കി ബാല രംഗത്തെത്തിയിരുന്നു. കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെയും തന്നെയും ചേർത്ത് ഇത്തരം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് ക്രൂരമാണെന്ന് ബാല പറയുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ചമച്ച് തനിക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു പലരും. അന്നൊന്നും മിണ്ടാതിരുന്നത് വേണ്ട എന്ന് കരുതിയാണ്. ഇതിപ്പോൾ നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അതുപോലെ എന്നെയും റിമി ടോമിയും ചേർത്ത് ചില കുറിപ്പുകളും കമൻറ്റുകളും കണ്ടു. ഇതിലൊന്നും ഒരു സത്യവുമില്ല. റിമി എൻ്റെ നല്ല സുഹൃത്താണ്, ബാല പറയുന്നു. 113 സീരിയൽ താരങ്ങളായ പ്രതീക്ഷ അതിഥിയായി എത്തിയിരുന്നു. ഭാവി വരൻ എങ്ങനെയായിരിക്കണം എന്ന റിമിയുടെ ചോദ്യത്തിന് ബാലയെപ്പോലെ ഒരാളെയാണ് ഇഷ്ടമെന്നായിരുന്നു പ്രതീക്ഷയുടെ മറുപടി. കുട്ടിക്കാലം മുതലുള്ള ആരാധനയും വെളിപ്പെടുത്തി. പിന്നീട് തകർപ്പൻ കോമഡി വേദിയിൽ ബാലയെ അടുത്തു കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ഇതിനുശേഷമാണ് വ്യാജ പ്രചാരണങ്ങൾ ആരംഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.